BCT ടെക്നിക്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ബോൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ നടുവേദന മാറ്റാൻ കഴിയും. മെസ്സേജ് അയക്കണതേ അതൊന്ന് വൈഫിൻ്റെ നടുവേദന ഒരു 8-9 വർഷം ആയതായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യത്തെ ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ആ ഒരു ബോൾ വെച്ചിട്ട് സിമ്പിളായിട്ടൊരു ബോൾ വെച്ചിട്ട് പോലും അത് നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഡോക്ടർ തന്നെ ചെയ്തപ്പോൾ പോലും എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു വിശ്വാസം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ വൈഫിന് അങ്ങനെ നടുവേദനയുടേതായ യാതൊരു പ്രശ്നവുമില്ല. അത് 8-9 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദനയാണെങ്കിലും ഒരു സിമ്പിളായിട്ടൊരു ബോൾ വെച്ചിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയല്ലോ. സാധാരണഗതിയിൽ ഒരാൾക്ക് നടുവേദന ഉണ്ടാകുന്നതിന് 5 കാരണങ്ങൾ മാത്രമാണുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സാക്രോ ഇലിയാക് ജോയിന്റിന് ആ ഭാഗത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അവിടെ എല്ല് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ നടുവേദന ഉണ്ടാകുന്നത്. ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകൾക്കും താഴേക്ക് കുനിഞ്ഞു കഴിഞ്ഞാൽ നിവരാൻ പറ്റാത്ത, അല്ലെങ്കിൽ താഴേക്ക് കുനിയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഈ ഒരു നടുവേദന വരാനുള്ള പ്രധാന കാരണം ഈ സാക്രോ ഇലിയാക് ജോയിന്റിലുള്ള ബുദ്ധിമുട്ടാണ്. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ താഴേക്ക് കുനിഞ്ഞതിന് ശേഷം നിവരുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ വേദന കൊണ്ട് കൈവെക്കുന്നത് ആ ഭാഗത്തായിരിക്കും ആ ബുദ്ധിമുട്ടുള്ളത്. അത് പരിഹരിക്കാനുള്ള BCTയുടെ, അത് ബോൺ കറക്റ്റിംഗ് ടെക്നിക്സിന്റെ വളരെ സിമ്പിളായ ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് താഴേക്ക് കുനിഞ്ഞിട്ട് നിവരുമ്പോൾ ഏത് സൈഡിലാണോ വേദനയുള്ളത് ആ ഭാഗത്ത് ഇതുപോലുള്ള ഒരു റബ്ബർ ബോൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് ചെറുതായി പ്രഷർ കൊടുക്കുകയാണെങ്കിൽ, അവിടെ ഒന്ന് ആ ബോൾ വെച്ചിട്ട് ഒന്ന് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അല്പം വേദന ഉണ്ടാവും. പക്ഷേ ഒരു 2-3 മിനിറ്റ് നേരം അവിടെ ആ വേദനയുള്ള ഭാഗത്ത് പ്രഷർ കൊടുത്ത് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ, ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നടുവേദനയിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയും. 8-9 വർഷം പഴക്കമുള്ള പല നടുവേദനകളുടെയും കാരണം ഈ സാക്രോ ഇലിയാക് ജോയിന്റിലെ ചെറിയ ഒരു എല്ലിന്റെ സ്ഥാനചലനത്തിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് ഇതിന്റെ റിസൾട്ട് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.